നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കൾ ട്രോളി ബാഗിൽ പണം കടത്തിയെന്ന ആരോപണം ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പണം കടത്തിയ UDF നേതാക്കൾ രക്ഷപ്പെട്ടത് ഇവരെ കുറുവാ സംഘത്തെ ചോദ്യം ചെയ്യും പോലെ ചോദ്യം ചെയ്യാൻ പോലീസിന് പരിമിതിയുള്ളതുകൊണ്ട്. ഇടതു സർക്കാരിന്റെ പോലീസ് CPM ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ FIR പോലും ഇടാത്ത സാഹചര്യത്തിൽ തന്റെ വിലയെന്തെന്ന് EN സുരേഷ് ബാബു തിരിച്ചറിയണമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. കുറുവാ സംഘം BJP ആണോ CPIM ആണോ എന്ന് അവർ സ്വയം വിലയിരുത്തട്ടെയെന്നും രാഹുൽ. കള്ളക്കഥകൾ ചമച്ച് CPM-നെ അപമാനിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ശ്രമിച്ചതെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. കൊടകര കുഴൽപ്പണ കേസിൽ ശക്തമായ അന്വേഷണം വേണം. BJP നേതാക്കൾക്കെതിരായ ആരോപണം അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ലെന്നും MM വർഗീസ്. കനത്ത മഴയിൽ ബണ്ട് തകർന്ന് തൃശൂരിലെ കോൾ പാടശേഖരത്തിൽ വൻ കൃഷിനാശം. കാര്യാട്ടുകരയിലും മനക്കൊടി വാരിയം കോൾപടവിലുമായി 300 ഏക്കർ നെൽകൃഷി നശിച്ചു. പാടശേഖരത്തിൽ വൻതോതിൽ ചണ്ടി അടിഞ്ഞതോടെ ഭൂമി കൃഷിയോഗ്യമല്ലാത്ത അവസ്ഥയിലെന്ന് കർഷകർ. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് തൃശൂർ പഴുവിലെ തീർത്ഥാടന കേന്ദ്രം അപകട ഭീഷണിയിൽ. പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് ഒഴുകുന്ന തോടിന്റെ പാർശ്വഭിത്തി മഴയിൽ തകർന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ നടനും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനുമായ K മണികണ്ഠന് സസ്പെൻഷൻ. കഴിഞ്ഞ മാസം മണികണ്ഠന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് 1,90,00,000 രൂപ. വകുപ്പ് തല നടപടി 41 ലക്ഷം രൂപയോളം അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഷൊർണൂരിൽ 33.5 ഗ്രാം MDMA-യുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് കൊപ്പം കരിങ്ങനാട് സ്വദേശി അഷ്റഫ് അലി, കോഴിക്കോട് സ്വദേശിനി റിജിന ലക്ഷ്മി എന്നിവർ. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് MDMA കടത്തുന്നതിനിടെ ഇരുവരും ഷൊർണൂരിൽ ട്രെയിനിറങ്ങുകയായിരുന്നുവെന്ന് പോലീസ്. പരുതൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് പട്ടികജാതിക്കാരോട് അവഗണനാ മനോഭാവമെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി പട്ടികജാതി ക്ഷേമ സമിതി. പഞ്ചായത്ത് ഓഫീസിലേക്ക് PKS മാർച്ച്. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കൾ ട്രോളി ബാഗിൽ പണം കടത്തിയിട്ടുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പണം കടത്തിയതു സംബന്ധിച്ച് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന പോലീസിന്റെ വ്യക്തമാക്കലിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടറി വീണ്ടും പ്രതികരിച്ചത്. പണം കടത്തിയ നേതാക്കളെ കുറുവാ സംഘത്തെ ചോദ്യം ചെയ്യുന്നതുപോലെ ചോദ്യം ചെയ്യുന്നതിൽ പോലീസിന് പരിമിതിയുള്ളതുകൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കൊണ്ടുപോയ വാഹനത്തിന് എസ്കോട്ട് പോയ പോലെയാണ് അന്ന് സഞ്ചരിച്ചത്. 2 കാറുകൾ മാറിക്കയറിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പോലീസ് റെയ്ഡിന് ശേഷം ഏറെ നേരം കഴിഞ്ഞ് പുലർച്ചെ 1:30 ഹോട്ടലിൽ തിരിച്ചെത്തിയ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, ജ്യോതികുമാർ ചാമക്കാല എന്നിവർ പ്രതികരിച്ചത് സംശയാസ്പദമാണ്. സ്വാഭാവികമായും റെയ്ഡ് വിവരം നേരത്തെ ഇവർക്ക് ലഭിച്ചിരിക്കും. പണം സേഫാക്കി മടങ്ങിയതുകൊണ്ടാണ് പ്രതികരണത്തിന് ഇത്രയും വൈകിയത്. ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം കൊണ്ടുപോയ പണത്തെ സേഫായിട്ട് ഒളിപ്പിക്കാനുള്ള സമയങ്ങളായിരുന്നു. ഇനി നിങ്ങൾക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം, പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ, പോലീസ് ഒന്നും കണ്ടെത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കുറുവാ സംഘത്തിന് ചോദ്യം ചെയ്യുമാർ ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പരിമിതിയില്ലേ? കുറുവാ സംഘത്തിന് ചോദ്യം ചെയ്യും പോലെ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ വെളി വരും. പക്ഷേ നമ്മുടെ പോലീസ് സേനയ്ക്കെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ചില പരിമിതികൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പം നടത്തിയ അന്വേഷണം ഞങ്ങൾ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായി ഞാൻ പറയുന്നു, കള്ളപ്പണം അവിടെ വന്നിട്ടുണ്ട് എന്നും അവിടെ നിന്ന് തിരികെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതും വസ്തുതയാണ്. സംഘടനാ ചട്ടങ്ങൾ പാലിക്കാത്തവർക്കെതിരെ എക്കാലവും കടുത്ത നിലപാടുകളാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളതെന്ന് CPM സമ്മേളനങ്ങളോടനുബന്ധിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു. പാലക്കാട്ടെ കൊഴിഞ്ഞാമ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ CPM വിഭാഗീയത രൂക്ഷമായത് സംബന്ധിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന്റെ ബാക്കിൽ നിങ്ങൾ നന്നായിട്ട് നടക്കണം, നല്ലതുപോലെ ഇനിയും നടക്കണം. നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, മനസ്സിലായില്ലേ? ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മധൈര്യത്തിൽ ഞങ്ങൾ പറയുന്നത് ചോദിച്ചാൽ, ഞങ്ങളുടെ സംഘടനാ സംവിധാനം അങ്ങനെയുള്ളതാണ്. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങളുടെ പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും
CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബു ചെയ്താലും ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ലംഘിക്കാനുള്ള അധികാരം ഒരാൾക്കുമില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രോളി വിവാദത്തിൽ CPM-നോട് നിയമപരമായി മറുപടി ചോദിക്കുമെന്ന് നിയുക്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. CPM BJP കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ആശയമാണ് പെട്ടി വിവാദം. CPM-ന്റെ ഒരു മന്ത്രിയും അളിയനുമാണ് ഇതിനെ ചുക്കാൻ പിടിച്ചത്. CPM ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിയിൽ ഇടത് സർക്കാരിന്റെ പോലീസ് FIR പോലും ഇട്ടില്ലെങ്കിൽ തന്റെ വില എന്താണെന്ന് ജില്ലാ സെക്രട്ടറി സ്വയം വിലയിരുത്തണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പറഞ്ഞു. കുറുവാ സംഘം BJP ആണോ CPM ആണോ എന്ന് സ്വയം വിലയിരുത്തട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കോൺഗ്രസുകാരെ ചോദ്യം ചെയ്താൽ കള്ളപ്പണത്തിൽ വ്യക്തത വരുമെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ പാലക്കാട്ട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ. പോലീസ് FIR ഇടാത്തതിൽ പരാതിയുണ്ടെങ്കിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് മറ്റുന്നതർക്ക് പരാതി നൽകാം. താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയതാണ്. അതിന് നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. പെട്ടി വിവാദം NN കൃഷ്ണദാസും അണികളും തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ടും ചില സംസ്ഥാന നേതാക്കൾ ഏറ്റുപിടിച്ചത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നുണപരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ രാവിലെ നമ്മുടെ അപ്പുറത്തെ ലാബിൽ പോയിട്ട് ഒരു നുണപരിശോധന ചെയ്ത് ജില്ലാ സെക്രട്ടറിക്ക് ഒന്ന് കൊടുത്തെന്ന് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. അത് ചെയ്യുന്നത് പോലീസാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മളോടും നിങ്ങളോടും പറയാതെ പോലീസ് അദ്ദേഹം കൊടുത്ത പരാതിയല്ലേ ആലോചിച്ചുള്ളൂ. CPM ജില്ലാ സെക്രട്ടറി പരാതി FIR എടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിലയെപ്പറ്റി ഒന്നുകൂടെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു സ്നേഹോപദേശം. ഇനി ആ വിഷയത്തിനകത്ത് ഏതുതരം അന്വേഷണം നടത്തുന്നത് ഞങ്ങളെ പറ്റി അടച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആ പരാതികൾക്ക് മുകളിൽ ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ നിയമ നടപടികളുമായി മുന്നിലേക്ക് പോകും. ഇതാണ് ഞങ്ങൾക്ക് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരുവന്നൂർ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് നടത്തിയത് CPM-നെ അപമാനിക്കാനുള്ള ശ്രമമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. കൊടകര കുഴൽപ്പണ കേസിൽ തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തലിൽ ശക്തമായ അന്വേഷണം വേണമെന്നും MM വർഗീസ് ആവശ്യപ്പെട്ടു. CPM-നെതിരെ എൻഫോഴ്സ്മെന്റ് ഉയർത്തിക്കൊണ്ടുവന്നത് കള്ളക്കഥയാണെന്ന് MM വർഗീസ് കുറ്റപ്പെടുത്തി. കഥകൾ മെനയുകയാണ് ED ചെയ്തത്. MK കണ്ണനെയും തന്നെയും AC മൊയ്തീനെയും PK ഷാജിനെയും അടക്കം ചോദ്യം ചെയ്തു. അപമാനിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ED നടപടി. ഇപ്പോൾ അരവിന്ദാക്ഷന് ജാമ്യം കൊടുത്തു ഹൈക്കോടതി. ഇപ്പോൾ CPM-നെതിരെ പ്രതിപക്ഷത്തിനെതിരെ അല്ലേ ഈ രീതിയിൽ വല്ലാത്ത വേട്ടയാടൽ തന്നെയാണ് നടന്നത്. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ AC മൊയ്തീൻ്റെ വീട് റെയ്ഡ് ചെയ്തു. AC മൊയ്തീൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, മുൻമന്ത്രി, MLA. ഇപ്പോൾ 24 മണിക്കൂറാണ് അയാളുടെ വീട് റെയ്ഡ് ചെയ്തു. എന്നെ 9 ദിവസം വിളിച്ചു വരുത്തി ED എറണാകുളത്തുള്ള അവരുടെ ഓഫീസിലേക്ക്. MK കണ്ണൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം, തൃശ്ശൂർ ബാങ്കിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് 3-4 ദിവസം നോട്ടീസ് അയക്കുക, വിളിച്ചു വരുത്തുക. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗമാണ് PK ബിജു, മുൻ MP. അദ്ദേഹത്തെ 2-3 ദിവസം ഇതേപോലെ നോട്ടീസ് അയക്കുക, വിളിച്ചു വരുത്തുക, ഹരാസ് ചെയ്യുക. ഷാജിനെ വിളിച്ചു വരുത്തുക, നമ്മുടെ സെക്രട്ടേറിയറ്റ് അംഗം. അതുപോലെ ഇപ്പോൾ കണ്ണൻ പ്രസിഡന്റ് ആയിട്ടുള്ള തൃശ്ശൂർ ബാങ്ക്, അയ്യന്തോൾ ബാങ്ക്, ഈ 2 ബാങ്കുകളും എന്താ പറയുക 24 മണിക്കൂർ നീണ്ടു നിന്ന റെയ്ഡുകൾ 2 ബാങ്കിനെതിരെ. അപ്പം ഇത് CPM-നെ ഹരാസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെയൊക്കെ പ്രതികർത്താനാണ് ഇവർ പരിപാടി തയ്യാറാക്കിയത്. കൊടകര കുഴൽപ്പണ കേസിൽ തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തലിൽ ശക്തമായ അന്വേഷണം വേണം. ജില്ലാ പ്രസിഡന്റ് 1.5 കോടി രൂപ കൊണ്ടുപോയി എന്നതിൽ അന്വേഷണം അനിവാര്യമാണ്. കൊടകര കേസിൽ യഥാർത്ഥ കുറ്റവാളികൾ ആരായാലും പിടിക്കപ്പെടണം. BJPക്ക് മൗനം പാലിക്കാതെ രക്ഷയില്ല. അതിനാലാണ് ജില്ലാ പ്രസിഡന്റിനെതിരെ ഗുരുതരമായ ആരോപണം വന്നിട്ടും മൗനം പാലിക്കുന്നതെന്ന് MM വർഗീസ് പറഞ്ഞു. BJP നേതാക്കൾക്കെതിരായ ആരോപണം അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ല. കള്ളപ്പണം സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് കേന്ദ്ര ഏജൻസികളാണെന്ന് വർഗീസ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ AMVIയും നടനുമായ K മണികണ്ഠന് സസ്പെൻഷൻ. ഒറ്റപ്പാലം സബ് RTO ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കാസർഗോഡ് സ്വദേശി മണികണ്ഠനെയാണ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ മാസം മണികണ്ഠന്റെ ഒറ്റപ്പാലത്തെ വാടക വീട്ടിലും കാസർകോട്ടുള്ള വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 1,90,00,000 രൂപ പിടികൂടിയതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. കോഴിക്കോട് വിജിലൻസ് കേസെടുത്തതിന് ശേഷം മോട്ടോർ വാഹന വകുപ്പ് വകുപ്പുതല അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 29-നാണ് ഒറ്റപ്പാലത്തെ വാടക വീട്ടിലും
സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലും കാസർഗോഡ് ചെറുവത്തൂരിലെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയത്. പണത്തിനു പുറമെ മൊബൈൽ ഫോണും ചില രേഖകളും വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആട് 2, അഞ്ചാം പാതിര, ജാനകി ജാനെ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. വരവിൽ കവിഞ്ഞ ഏകദേശം 41 ലക്ഷം രൂപയോളം അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് 33.5 ഗ്രാം MDMA-യുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. പട്ടാമ്പി, കൊപ്പം, മണ്ണേങ്കോട്, കരിങ്ങനാട്, പൊട്ടച്ചിറ വീട്ടിൽ അഷറഫ് അലി, കോഴിക്കോട് കുന്നമംഗലം ലക്ഷംവീട് കോരൻകണ്ടിയിൽ റിജിന ലക്ഷ്മി എന്നിവരാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് MDMA കടത്തുന്നതിനിടെ ഇരുവരും ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങുകയായിരുന്നു. അഷ്റഫ് അലിക്ക് മലപ്പുറം, മഞ്ചേരി, കോഴിക്കോട്, കുന്നമംഗലം, കോയമ്പത്തൂർ, ഗോമംഗലം സ്റ്റേഷനുകളിലായി വിവിധ കേസുകളുണ്ട്. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ, സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സ്ക്വാഡ് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ, സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാർ, SI എം മഹേഷ് കുമാർ, ASI സുനിൽ കുമാർ, പ്രസീത, SCPO രവി, CPO അജി, അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. UDF നേതൃത്വം നൽകുന്ന പരുതൂർ പഞ്ചായത്ത് ഭരണസമിതി പട്ടികജാതി ജനവിഭാഗത്തെ അവഗണിച്ചെന്നാരോപിച്ച് പട്ടികജാതി ക്ഷേമസമിതി പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. PKS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP ശ്രീനിവാസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ പാപ്പരീകപ്പെട്ട കാലഘട്ടം. ഈ സമയത്ത് അവിടെ കൂടെ നിൽക്കേണ്ടവരാണ് ആര്? ത്രിതല പഞ്ചായത്തിന്റെ ഭാരവാഹികൾ, ഭരണസമിതിയൊക്കെ. പക്ഷെ വിപരീതമായിട്ടുള്ള സമീപനമാണ് ഈ പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നത്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഞാനും ഒരു പഞ്ചായത്തിന് വിശ്വസിച്ചാണ്. ഞങ്ങളെല്ലാം അപേക്ഷകൾ വാങ്ങാറുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വാങ്ങിയ അപേക്ഷ പാവപ്പെട്ട കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്ന അനുഭവം ഒരു പക്ഷേ ആദ്യമായിട്ടാവും. അപേക്ഷ മടക്കി കൊടുക്കണം. അത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ കേട്ടപ്പോ അല്പം നോക്കി. ഇത് പഞ്ചായത്താണ്, ഒരു പ്രസിഡന്റാണ്. കുളമുക്ക് ലോക്കൽ സെക്രട്ടറി EP ശിവശങ്കരൻ പ്രതിഷേധ മാർച്ചിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി P ഷൺമുഖൻ, CPIM പരുതൂർ ലോക്കൽ സെക്രട്ടറി PK ചെല്ലുക്കുട്ടി, KC അലി ഇക്ബാൽ, T സുധാകരൻ, PKS പരുതൂർ ലോക്കൽ സെക്രട്ടറി TT പ്രകാശൻ, കുളമുക്ക് ലോക്കൽ പ്രസിഡന്റ് P ശ്രീനിവാസൻ, പരുതൂർ ലോക്കൽ പ്രസിഡന്റ് MP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി ജനവിഭാഗത്തിന് അർഹമായ വിവാഹധന സഹായത്തിന് അപേക്ഷ നൽകി 9 മാസം കഴിഞ്ഞിട്ടും അപേക്ഷകന് ആനുകൂല്യം നൽകാതെ അവർ നൽകിയ അപേക്ഷ തിരിച്ചു നൽകുകയാണ് പഞ്ചായത്ത് ചെയ്തതെന്നും ഇതിനെതിരെ PKS നേതൃത്വം പഞ്ചായത്തിലും LDF അംഗങ്ങൾ ഭരണസമിതിയിലും പ്രതിഷേധം അറിയിച്ചിരുന്നു. കൂടാതെ പട്ടികജാതി വിഭാഗക്കാരുടെ വീട് റിപ്പയർ പദ്ധതി നടപ്പാക്കേണ്ടെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന UDF ഭരണസമിതിയുടെ ഏകപക്ഷീയമായ തീരുമാനമെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കനത്ത മഴയിൽ ബണ്ട് തകർന്ന് തൃശൂരിലെ കോൾപാടശേഖരത്തിൽ വൻ കൃഷിനാശം. കാര്യാട്ടുകരയിലാണ് 2 ഇടത്ത് ബണ്ട് പൊട്ടി 150 ഏക്കറിലധികം കൃഷി നശിച്ചത്. പാടശേഖരത്തിൽ വൻ തോതിൽ ചണ്ടി അടിഞ്ഞതോടെ ഭൂമി കൃഷിയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. മനക്കൊടി, വാരിയം, കോൾപ്പടവിലെ 118 ഏക്കർ കൃഷിയും മഴയിൽ നശിച്ചു. വ്യാപകമായ കൃഷിനാശം നേരിട്ട സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലാണ് കോൾപ്പാടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നത്. ഇതോടെ കൃഷി നശിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. ഇതിനിടെയാണ് പുലർച്ചെ 2 മണിയോടെ കാര്യാട്ടുകര മാരാർകോൾ പാടത്ത് ബണ്ട് പൊട്ടിയത്. വെള്ളത്തിനൊപ്പം ഒരാൾ പൊക്കത്തിലുള്ള ചണ്ടിയടക്കം മണിനാടൻ പാടശേഖരത്തേക്കും എൽത്തുരുത്ത് പാടശേഖരത്തേക്കും കുത്തിയൊലിച്ചെത്തി. വെള്ളത്തിൻ്റെ ശക്തി താങ്ങാനാകാതെ എൽത്തുരുത്ത് പള്ളിപ്പാടത്തെ ബണ്ട് തകർന്നു. ഇതോടെ 150 ഏക്കറിലെ കൃഷി നശിച്ചുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. 40 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് നശിച്ചത്. പാടശേഖരത്ത് വലിയ തോതിൽ ചണ്ടിയടിഞ്ഞതോടെ അത് നീക്കം ചെയ്താൽ മാത്രമേ ഭൂമി പോലും ഇനി കൃഷിയോഗ്യമാകൂ. മനക്കൊടി പുള്ള് റോഡ് കവിഞ്ഞ് വെള്ളമൊഴുകിയതിനെ തുടർന്ന് മനക്കൊടി വാരിയം കോൾപ്പടവിലെ 118 ഏക്കർ കൃഷിയും നശിച്ചു.
1,00,00,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കർഷകർ പറയുന്നത്. റോഡ് താഴ്ന്നത് PWD അധികൃതർ ശരിയാക്കാത്തതാണ് പാടശേഖരത്തിലേക്ക് വെള്ളം ഒഴുകി കൃഷി നശിക്കാൻ കാരണമായതെന്ന് ആരോപിച്ച് കർഷകർ മനക്കൊടി പുള്ള് റോഡ് ഉപരോധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ടുകുറിശി തോട്ടുമുക്കിൽ വീട് കത്തിനശിച്ചു. തോട്ടുമുക്കിൽ സിന്ധുവും കുടുംബവും താമസിക്കുന്ന വീടാണ് കത്തിനശിച്ചത്. അപകട സമയത്ത് വീട്ടിലാരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സിന്ധുവും കുടുംബവും താമസിക്കുന്ന 20 വർഷം പഴക്കമുള്ള ഓടിട്ട വീടാണ് കത്തിനശിച്ചത്. അപകട സമയത്ത് സിന്ധുവിന്റെ മകൻ പ്രകാശനും ഭാര്യ കവിതയും കവിതയുടെ വീട്ടിലായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായതിനാൽ സിന്ധു അയൽപ്പക്കത്തെ വീട്ടിലാണ് ഉറങ്ങാനായി പോയത്. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് അയൽപ്പക്കക്കാരാണ് സിന്ധുവിനെ വിവരം അറിയിച്ചത്. വീടിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12,000 രൂപയും കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റും വീടിന്റെ ആധാരവും ഗൃഹോപകരണങ്ങളും അടക്കം പൂർണ്ണമായും കത്തി നശിച്ചു. ഞങ്ങളിന്ന് രാത്രി വന്നില്ല. രാത്രി വരാണ്ടായപ്പോ അമ്മ ഇവിടെ ഒത്തിരി കിടക്കില്ല. പിന്നെ രാത്രി 12 മണിയാകുമ്പോ നാട്ടുകാർ പൈസ ആകെയുള്ള വീട് കൂടി നഷ്ടപ്പെട്ടതോടെ സിന്ധുവും കുടുംബവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ, പഞ്ചായത്ത് അധികൃതർ, വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒരുപാട് കടലാസൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്വർണ്ണം പണയം വെച്ചിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് ഇവർക്ക് എന്തെങ്കിലും ധനസഹായം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സൗകര്യം. ഈ അവസ്ഥ വലിയ അവസ്ഥയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായ അവസ്ഥയാണ്. ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ വീട് കണ്ടു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഒരുപാട് കയറി ഇറങ്ങി വീട്ടിൽ ആളെ കിട്ടുന്ന കിട്ടാൻ വേണ്ടി ഇതൊരു ഒരു അനുകൂലം പഞ്ചായത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് നമുക്ക് ഇത് തന്നെയാണ് ഒരു അഭിപ്രായം. നമ്മൾ കൊടുത്ത എത്രയും നമുക്ക് നല്ലതാണ്, നമുക്കത് കണക്കൂട്ടുക. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂരിൽ മണ്ണിടിഞ്ഞ് തീർത്ഥാടന കേന്ദ്രം അപകടാവസ്ഥയിൽ. പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് ഒഴുകുന്ന തോടിന്റെ പാർശ്വഭിത്തി തകർന്നതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് പഴുവിൽ പുത്തൻ തോടിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഈ തോടിനോട് ചേർന്നാണ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 2007 തൃശൂർ കോൾ വികസന ഏജൻസി നിർമ്മിച്ച പാർശ്വ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികൾ ദിവസേന സന്ദർശിക്കുന്ന ഇടം കൂടിയാണ് പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രം. ഇടിഞ്ഞ സംരക്ഷണ ഭിത്തി എത്രയും വേഗം പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിയുക്ത MLA UR പ്രദീപുമായി മുഖാമുഖം സംവാദം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് പ്രസ് ക്ലബ്ബ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിയുക്ത MLAയെ ആദരിച്ചു. ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, സെക്രട്ടറി സജി ചേലക്കര, ട്രഷറർ അരുൺ എന്നിവർ ചേർന്ന് പ്രസ് ക്ലബിന്റെ ഉപഹാരം നിയുക്ത MLA UR പ്രദീപിന് സമ്മാനിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ് കൺവീനർ മണികണ്ഠൻ, രക്ഷാധികാരി മജീദ്, ചെറുതുരുത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി, ട്രഷറർ മനോജ് തൈക്കാട്ടിൽ, ഭാനുപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ ശ്രീദീപ് വത്സന്റെ മരണം പാലക്കാട് ശേഖരിപുരത്തിന് മായാത്ത വേദനയായി. പാലക്കാട് ഭാരത് മാതാ സ്കൂൾ അധ്യാപകൻ, ശേഖരിപുരം കാവ് സ്ട്രീറ്റ് ശ്രീവിഹാറിൽ ശ്രീവത്സന്റെയും അഭിഭാഷകയായ ബിന്ദുവിന്റെയും മകനാണ് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിയായ 19 വയസ്സുള്ള ശ്രീദീപ്. പഠനത്തിനൊപ്പം കായിക രംഗത്തും മികവ് തെളിയിച്ച വിദ്യാർത്ഥിയായിരുന്നു ശ്രീദീപ് വത്സൻ. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ശ്രീദീപുമുണ്ടെന്ന വാർത്തയുടെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ശേഖരിപുരം ഗ്രാമത്തിന്. പഠനത്തിലും കായികരംഗത്തും ഒരേപോലെ മികവ് പുലർത്തിയ 19 വയസ്സുകാരൻ നാടിന് അത്രമേൽ പ്രിയങ്കരനായിരുന്നു. ഭാരത് മാതാ സ്കൂളിലെ ഹർഡിൽസ് താരമായിരുന്ന ശ്രീദീപ് 2017-2018 വർഷത്തിൽ രാജ്യാന്തര മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഷൂട്ടിങ്ങിലും അപാര മികവ് പുലർത്തിയിരുന്ന ശ്രീദീപ് അനുസരണയും സഹപാഠി സ്നേഹവുമുള്ള വിദ്യാർത്ഥിയായിരുന്നെന്ന് ഭാരത് മാതാ സ്കൂൾ കായികാധ്യാപകൻ ഹരിദാസ് അനുസ്മരിച്ചു. ശ്രീദീപ് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. നല്ല ഒബീഡിയൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്. പഠിക്കാനും സ്പോർട്സിലും വളരെ മികവ് തെളിയിക്കുന്നൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി 2017-18 കാലഘട്ടങ്ങളിൽ കേരള
കേരളത്തെ പ്രതിനിധീകരിച്ച് മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുകയും അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. നല്ല പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ കുട്ടിയെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് MBBSയിലേക്ക് മാറ്റുകയായിരുന്നു. ധാരാളം കുട്ടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആർമി മേജർമാരുണ്ട്. ഇത് ഞങ്ങളുടെ ക്ലബിലെ 4ാമത്തെ ഡോക്ടറാണ്. ആ കുട്ടിയെ 2 മാസം മുമ്പ് ഞങ്ങളൊരു യാത്രയപ്പ് നൽകി പാലക്കാട് മെഡിക്കൽ കോളേജ് സിന്തർ ട്രാക്കിൽ വെച്ചിട്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഡോക്ടറായിട്ട് വരും, നിങ്ങളെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അഭിമാനത്തോടെ പറഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല. അധ്യാപകനായ ശ്രീവത്സന്റെയും അഭിഭാഷകയായ ബിന്ദുവിൻ്റെയും മകനായ ശ്രീദീപ് എൻട്രൻസ് പരീക്ഷയിൽ 2ാം ശ്രമത്തിലാണ് മെഡിക്കൽ പഠനത്തിന് ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടിയത്. അകാലത്തിൽ പൊലിഞ്ഞ പ്രതിഭയുടെ നഷ്ടം ശേഖരീപുരത്തിന് മായാത്ത വേദനയായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ വ്യവസായ വകുപ്പിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ പൊതുബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സംരംഭക വർഷത്തിന്റെ ഭാഗമായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും നേതൃത്വത്തിൽ ഷൊർണൂർ നഗരസഭയുടെ സഹകരണത്തോടെ നഗരസഭാ കൃഷിഭവൻ ഹാളിലാണ് പൊതുബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ക്ലിയറൻസ് കിട്ടാൻ വ്യവസായ വകുപ്പിന്റെ ചില നയങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ വ്യവസായികളുടെ പുതിയ വ്യവസായികൾ വരുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലുണ്ടായത്. പിന്നീട് ഈ ഗവൺമെന്റ് വന്ന് ഇത് സംബന്ധിച്ചുള്ള പൊതുവായിട്ടൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി. വ്യവസായം നടത്താൻ അവർക്കുള്ള സാധ്യതകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. ഒരു ഗ്രീൻ ചാനൽ വഴി വ്യവസായികൾക്ക് എളുപ്പത്തിൽ അവരുടെ സ്ഥാപനം തുടങ്ങാനുള്ള സംവിധാനം കേരളത്തിൽ രൂപപ്പെടുത്തുക എന്നതാണ്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷയായിരുന്നു. ഷൊർണൂർ നഗരസഭ EDE MS കൃഷ്ണേന്ദു സ്വാഗതം പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ, CDS ചെയർപേഴ്സൺ VC സിന്ധു, നഗരസഭ EDE അഞ്ജന മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യവസായ വകുപ്പിന്റെ പദ്ധതികളും സേവനങ്ങളും, മുനിസിപ്പൽ ലൈസൻസും നിയമവശങ്ങളും, ഭക്ഷ്യമേഖലയും പദ്ധതികളും എന്നീ വിഷയങ്ങളിൽ ക്ലാസ് നടന്നു. വ്യവസായ വികസന ഓഫീസർ VK ബിനു ഗോപാൽ, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ SS മനോജ്, PM FME റിസോഴ്സ് പേഴ്സൺ KS മിഥുൻ രാജ് എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് നഗരം ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭിന്നശേഷി ദിനത്തിൽ അവകാശങ്ങൾക്കായി ഭിന്നശേഷിക്കാർക്ക് നിരത്തിലിറങ്ങേണ്ടി വന്നത് അധികാരികൾ കാണണമെന്നും രാഹുൽ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പദപ്രയോഗങ്ങളിൽ മാന്യതയും പുരോഗമനവും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആവശ്യങ്ങൾ നടപ്പിലാവാത്തത് അംഗീകരിക്കാവുന്നതല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഭിന്നശേഷിക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ സമൂഹം ആകെ ആവശ്യപ്പെടുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടാകരുത്. ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾക്കായി നിയമസഭയ്ക്കകത്തും പുറത്തും പ്രവർത്തിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ജീവനക്കാരുടെ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയം, ഒറ്റ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഭിന്നശേഷിക്കാരായ ആളുകളുടെ പരമാവധി അവകാശ സംരക്ഷണം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്തെ ആവശ്യങ്ങളെല്ലാം എല്ലാ ആളുകളുടെയും കൂടെയുള്ള ആവശ്യങ്ങളാണ്. അതിപ്പോൾ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും സ്ഥലമാറ്റ ക്രമീകരണങ്ങളിൽ ഉണ്ടാകുന്ന അപാകതകളുടെ കാര്യത്തിലായാലും ആനുകൂല്യങ്ങൾ രൊക്കം പണമായി നൽകുന്ന വിഷയമായാലും ആനുകൂല്യങ്ങൾ നിരന്തരമായി കുടിശ്ശിക വരുത്തുന്ന വിഷയമായാലും ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ട ധന ഡിപ്പോസിറ്റിങ്ങിൻ്റെ കാലതാമസമായാലും ശരി തന്നെ
ഇതൊന്നും ഭിന്നശേഷിക്കാരുടെ മാത്രം പ്രശ്നമല്ല, ഇതെല്ലാ ആളുകളുടെയും പ്രശ്നമാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് EN ജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ശിവദാസൻ, സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല, വിവിധ സംഘടനാ നേതാക്കളായ N ജോയ്, PD അനിൽകുമാർ, TK ബിജു, മുരളി കോനാത്ത്, പ്രിയ കൃഷ്ണൻ, മധുകുമാർ, ഷാജി, ബെന്നി വർഗീസ്, PS കലാധരൻ എന്നിവർ പ്രസംഗിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശിവദാസ് വരച്ച നിയുക്ത MLAയുടെ ചിത്രം രാഹുലിന് സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭിന്നശേഷി ദിനത്തിൽ പരിചയപ്പെടാം ജനകീയനായ അശോകനെ. പോളിയോ ബാധിച്ച് ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ട വാടനംകുറിശി റെഡ് ഗേറ്റ് സ്വദേശി അശോകൻ 1/4 നൂറ്റാണ്ടോളമായി ഓട്ടോ തൊഴിലാളിയാണ്. ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന അശോകനും ജനകീയൻ ഓട്ടോറിക്ഷയും ഷൊർണൂരിന് സുപരിചിതം. ചെറുപ്പത്തിൽ പോളിയോ വാക്സിൻ ചില കാരണത്താൽ അശോകൻ എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ചുനാൾ കഴിഞ്ഞതും നല്ല പനി വന്നു. അങ്ങനെ ഒരു കാൽ തളരുകയായിരുന്നു. ഒരുപാട് ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വാടാനംകുറിശി ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അശോകൻ തൻ്റെ 17-ാം വയസ്സിൽ പരിമിതികളെ കണക്കിലെടുക്കാതെ ജോലിക്കിറങ്ങി. ആദ്യം സൈക്കിൾ മെക്കാനിക്കായും പിന്നീട് പരസ്യ ബാനർ തയ്യാറാക്കുന്ന ജോലിയിലും ഏർപ്പെട്ടു. ഓട്ടോറിക്ഷയോട് ഇഷ്ടം തോന്നിയപ്പോൾ പിന്നെ ലോണെടുത്ത് 1996-ൽ ഒരു ഓട്ടോ വാങ്ങി. ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ടെങ്കിലും ആ ഓട്ടോറിക്ഷയിലൂടെ അശോകൻ കൂടുതൽ ദൂരങ്ങൾ താണ്ടുകയായിരുന്നു. രാത്രിയായാലും ഒന്ന് ഫോൺ വിളിച്ചാൽ അശോകനും ഓട്ടോയും പാഞ്ഞെത്തും. ജനങ്ങളുടെ ഇടയിൽ ഏറെ സുപരിചിതമായ ഓട്ടോറിക്ഷയ്ക്ക് ഒടുവിൽ നാട്ടുകാർ തന്നെ പേരിട്ടു, ജനകീയൻ. ഒന്നാമത് നമുക്കൊരു ജീവിതമാർഗം വേണം, പിന്നെ വണ്ടികളുടെ ക്രൈസ്, അങ്ങനെയാണ് ഓട്ടോറിക്ഷയിലേക്ക് എത്തിപ്പെട്ടത്. പിന്നെ അതിന് മുന്നേ സൈക്കിൾ മെക്കാനിക്കായിട്ടുണ്ടായിരുന്നു, പിന്നെ ബോർഡുകൾ ബാനറുകൾ എഴുത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മേഖല തിരഞ്ഞെടുത്ത്. ജീവിതമാർഗ്ഗമാണ് പ്രധാനം എന്ന് കണ്ടിട്ട് ഓട്ടോറിക്ഷയോടുള്ള ഇഷ്ടം കൂടിയാണായിരുന്നു. ഓട്ടോ വാങ്ങുന്നതിൻ്റെ PMRY ലോൺ എടുത്തിട്ടാണ് ആദ്യം വണ്ടി എടുത്തത്. പിന്നെ ഓട്ടോറിക്ഷയിൽ ആദ്യം പഠിച്ചത് ഏട്ടൻ ആദ്യം ഓട്ടോ ഡ്രൈവറായിരുന്നു. അങ്ങനെയാണ് അത് കൂടുതൽ പ്രചോദനമായി. അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്. അല്ല, ഒരു ജനകീയ മുഖം, അത് വണ്ടി വിളിക്കണവരും നമ്മളുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിട്ടിയതാണ്. അമ്മയും ഏട്ടനും അടങ്ങുന്ന കുടുംബമാണ് അശോകൻ്റേത്. ഓട്ടോറിക്ഷ ഓടിച്ച് ലഭിക്കുന്ന തുക അമ്മയ്ക്ക് നൽകും. കോട്ടയത്തേക്കും കോഴിക്കോട്ടേക്കും വരെ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് അശോകൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒഴിവു സമയങ്ങളിൽ ചിത്രം വരയ്ക്കുന്ന പതിവുമുണ്ട്. ഭിന്നശേഷിക്കാർക്ക് കൈകൊണ്ട് കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനം ഉള്ളതിനാൽ ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി എടുക്കലാണ് അശോകൻ്റെ അടുത്ത ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുലിക്കല്ലൂർ AUP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും സ്മാർട്ട് കിച്ചൺ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കുലിക്കല്ലൂർ AUP സ്കൂളിൽ പാചകപ്പുര നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു കെട്ടിട നിർമ്മാണം. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാലയത്തിൽ നേരത്തെ ഇതുപോലൊരു പരിപാടിക്ക് വന്നപ്പോ ഇന്നത്തെ ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീകുമാർ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകനും ബ്ലോക്ക് മെമ്പറുമായിട്ടുള്ള ബഷീർ മാഷ് അടക്കമുള്ളവർ വളരെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് പരസ്യമായിട്ട് അധ്യാപകരടക്കമുള്ള ആളുകളോട് ചോദിച്ചു, വിദ്യാർത്ഥികളോട് ഇത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ വളരെ അത്യാവശ്യമാണ് എന്ന് അന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ MLA ഫണ്ടിൽ ഇതിനു വേണ്ടി തുക വകയിരുത്താം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ചടങ്ങിൽ വെച്ച് ജില്ലാ കായികമേളയിലും വിവിധ സ്കൂൾ മേളകളിലും മികച്ച പ്രകടനം നടത്തിയ പ്രതിഭകളെയും MLA അനുമോദിച്ചു. PTA പ്രസിഡന്റ് KR സുധീഷ് സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അധ്യക്ഷയായി. AEO വിഷ്ണു ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. TK ഇഷഹാഖ്, ശ്രീകുമാർ, ബഷീർ മാസ്റ്റർ, ഭവദാസൻ, CV ദിനേശ്, K അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. MLAയുടെ ഫണ്ടിൽ നിന്നും 7,19,000 രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. അടുക്കളയും സ്റ്റോർ റൂമുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ പാചകപ്പുരയിൽ സുരക്ഷിതമായ ഭക്ഷണം പാകം ചെയ്യുവാൻ സ്റ്റീമറും സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
മണ്ണൂർ സെൻട്രൽ ബേസിക് യു പി സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആചരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ആളുകളാണ്. അപ്പൊ എന്തായാലും നമ്മള് സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മളൊരു കാലം എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടിലും അതായത് 2 കുട്ടികൾ അല്ലെങ്കിൽ 1 കുട്ടി. അപ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ 4, 5, 6, 7 കുട്ടികളുള്ള വിപുലമായ വലിയൊരു കുടുംബമാണെങ്കിൽ ഇന്ന് ചെറിയൊരു അണുകുടുംബമായി. അപ്പോൾ അണുകുടുംബം എന്ന് പറയുമ്പോൾ അവർക്ക് അച്ഛനും അമ്മയും മക്കളും ഒതുങ്ങുന്ന ഒരു കുടുംബമായി. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്നതെല്ലാം തന്നെ നമ്മൾ മുത്തശ്ശന്മാരാണെങ്കിലും മുത്തശ്ശിമാരാണെങ്കിലും അവരെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നെല്ലാം കുട്ടികളെ നല്ലൊരു മക്കളാക്കി, അതായത് നല്ല കുട്ടികളാക്കി എല്ലാവരോടും സ്നേഹമുള്ള നമ്മുടെ പഴയ കാലത്തിലേക്ക് എത്തുന്ന ഒരു രീതിയുമായിട്ടാണ് ഈ ഗ്രാൻഡ് പാരന്റ്സ് ഡേ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ആദരിക്കുക ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. വേറെ ഏതു സ്കൂളുകളിലും കാണാത്ത വൈവിധ്യം നിറഞ്ഞൊരു പരിപാടിയാണ് സ്കൂൾ സംഘടിപ്പിച്ചതെന്നും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ശ്ലാഘനീയമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. PTA പ്രസിഡന്റ് പി ബാബു പരിപാടിയിൽ അധ്യക്ഷനായി. വിദ്യാർത്ഥികളുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉപഹാരം നൽകി ആദരിച്ചു. അധ്യാപകരായ PP റിയാസ്, KF ജിഷ, P സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക L സവിത സ്വാഗതവും MR സജിത നന്ദിയും പറഞ്ഞു. 24 പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. തുടർന്ന് കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പട്ടാമ്പി പെരുമുടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സർക്കാർ ന്യൂനപക്ഷ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി ടൈം +1 എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ സമയമാണ്. നമ്മുടെ എങ്ങനെ ആയിത്തീരണം എന്നത് തീരുമാനിക്കുകയും ഒരു പരിധിവരെ നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതക്രമങ്ങളും പെരുമാറ്റങ്ങളും എല്ലാമാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇപ്പം നമുക്ക് മനസ്സിലായില്ലെങ്കിലും കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുകേഷ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ശബരിനാഥ് സ്വാഗതം ആശംസിച്ചു. V രഘുകുമാർ ക്യാമ്പ് വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് മൊയ്തീൻകുട്ടി പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. മുഹമ്മദ് റാഫി ക്ലാസിന് നേതൃത്വം നൽകി. M സുൽഫിക്കർ ക്യാമ്പിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഹജ്ജ് ജില്ലാതല ക്ലാസുകൾക്ക് തൃത്താല ലൂസൈൽ പാലസിൽ തുടക്കമായി. മുഹമ്മദ് മൂസിൻ MLA പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിലെ 1ാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ്സിനാണ് തൃത്താല ലൂസൈൽ പാലസിൽ തുടക്കമായത്. നടക്കുന്നത് ട്രെയിനേഴ്സ് ആണെങ്കിലും മറ്റുള്ള സംവിധാനങ്ങളാണെങ്കിലും എല്ലാം അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ മാറ്റം ഒരിക്കലും ഹജ്ജിന് പോകുന്ന ആളുകളെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഏതാണ്ട് 20,000-ലധികം ആളുകളാണ് കേരളത്തിൽ ഹജ്ജിന് വേണ്ടി ഇപ്രാവശ്യം അപേക്ഷ കൊടുത്തത്. 1.5 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിൽ ആകെ അപേക്ഷ നൽകിയത്. അതിൽ ആദ്യഘട്ടത്തിൽ 16,000 ചില്ലാനും ആളുകളെ തിരഞ്ഞെടുക്കുകയും പിന്നീട് വെയിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെയും കൂടി തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം 10-18,000. ചടങ്ങിൽ ജില്ലാ ഓർഗനൈസർ KP ജാഫർ അധ്യക്ഷനായി. ഹാജിമാർക്കുള്ള പഠന ക്ലാസ് സൈനുദ്ദീൻ, ജാഫർ വിളയൂർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ട്രെയിനർ ഷമീർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ട്രെയിനർ മുനീറുൽ ഹക്കീം നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കോട്ടായിൽ കിണറ്റിലകപ്പെട്ട വളർത്തുപൂത്തിനെ അഗ്നിരക്ഷാസേന എത്തി രക്ഷപ്പെടുത്തി. കോട്ടായ് അയ്യങ്കുളം ഓടാനിക്കാട് വീട്ടിൽ അരവിന്ദാക്ഷന്റെ 1 വയസ്സ് പ്രായമുള്ള പോത്തുകുട്ടിയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ വീടിന് സമീപത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണത്. ആലത്തൂരിൽ നിന്നും PC സുനിൽകുമാർ, എബി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന എത്തിയാണ് പോത്തിനെ രക്ഷപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, വാർഡംഗം K രാധാകൃഷ്ണൻ എന്നിവരും നാട്ടുകാരും നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടായി. സൗദി അറേബ്യയിലെ കുൻഫുദ പ്രവാസി മലയാളികളുടെ 4ാമത് സംഗമം പെരിന്തൽമണ്ണയിൽ നടന്നു. കുൻഫുദയിലെ പ്രമുഖ വ്യവസായി മംഗലശ്ശേരി ഹസൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മുൻ കോർഡിനേറ്റർ സലീം നെച്ചോളി അധ്യക്ഷനായി. മറ്റു ഭാരവാഹികളായ താണിക്കൽ അബു ഹാജി, ഖാദർ ഹാജി, കോയാമുട്ടി ഹാജി,
ഇപ്പു ഹാജി, VC സുബ്രഹ്മണ്യൻ, സംഘാടക സമിതി ഭാരവാഹികളായ C ഉമ്മർ, M അലി, മണി ചെറുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുതിർന്ന അംഗങ്ങളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രവാസികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സംഘാടക സമിതി കൺവീനർ അലി സ്വാഗതവും ചെയർമാൻ CT നസീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭാരതപ്പുഴയിൽ വിസ്മയം തീർത്ത് കൂട്ടത്തോടെ പറന്നെത്തിയ നീർക്കാക്കകൾ. കൊച്ചിൻ പാലത്തിനു താഴെ ഭാരതപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നിരവധി നീർക്കാക്കകളാണ് പറന്നിറങ്ങിയത്. STV ക്യാമറമാൻ മണി ചെറുതുരുത്തി പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. വെള്ളത്തിൽ മുങ്ങി മീനുകളെയും നീർക്കോലികളെയും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കുന്നവയാണ് നീർക്കാക്കകൾ. മനുഷ്യ സാമീപ്യമുള്ള ഇടങ്ങളിൽ കൂടുകൂട്ടാനാണ് കൂടുതലായി നീർക്കാക്കകൾ ഇഷ്ടപ്പെടുന്നത്. ചെറു കൂട്ടങ്ങളായി ഇര തേടുന്ന നീർക്കാക്കകൾ ജലാശയങ്ങളുടെ സമീപത്തായാണ് കൂടുകൂട്ടുന്നത്. നമ്മൾ മനുഷ്യരുടെ വീടുകൾ പോലെ സ്ഥിരവാസത്തിനുള്ളതല്ല പക്ഷികളുടെ കൂടുകൾ. അവർക്കത് സുരക്ഷിതമായി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പറക്കമുറ്റും വരെ വളർത്താനുള്ള സംവിധാനം മാത്രമാണ്. കൂട്ടമായി കാക്കകളെ പോലെ തന്നെയാണ് ഇവരും ഉയരമുള്ള മരങ്ങളിൽ ഒന്നിച്ച് കൂടുകൾ കെട്ടുന്നത്. നീർക്കാക്കകൾ വെള്ളത്തിൽ മുങ്ങി ഇര തേടുന്നത് കാണാൻ തന്നെ പ്രത്യേക ചേലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കൾ ട്രോളി ബാഗിൽ പണം കടത്തിയെന്ന ആരോപണം ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പണം കടത്തിയ UDF നേതാക്കൾ രക്ഷപ്പെട്ടത് ഇവരെ കുറുവാ സംഘത്തെ ചോദ്യം ചെയ്യും പോലെ ചോദ്യം ചെയ്യാൻ പോലീസിന് പരിമിതിയുള്ളതുകൊണ്ട്. ഇടതു സർക്കാരിന്റെ പോലീസ് CPM ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ FIR പോലും ഇടാത്ത സാഹചര്യത്തിൽ തന്റെ വിലയെന്തെന്ന് EN സുരേഷ് ബാബു തിരിച്ചറിയണമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. കുറുവാ സംഘം BJP ആണോ CPIM ആണോ എന്ന് അവർ സ്വയം വിലയിരുത്തട്ടെയെന്നും രാഹുൽ. കള്ളക്കഥകൾ ചമച്ച് CPM-നെ അപമാനിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ശ്രമിച്ചതെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. കൊടകര കുഴൽപ്പണ കേസിൽ ശക്തമായ അന്വേഷണം വേണം. BJP നേതാക്കൾക്കെതിരായ ആരോപണം അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ലെന്നും MM വർഗീസ്. കനത്ത മഴയിൽ ബണ്ട് തകർന്ന് തൃശൂരിലെ കോൾ പാടശേഖരത്തിൽ വൻ കൃഷിനാശം. കാര്യാട്ടുകരയിലും മനക്കൊടി വാരിയം കോൾപടവിലുമായി 300 ഏക്കർ നെൽകൃഷി നശിച്ചു. പാടശേഖരത്തിൽ വൻതോതിൽ ചണ്ടി അടിഞ്ഞതോടെ ഭൂമി കൃഷിയോഗ്യമല്ലാത്ത അവസ്ഥയിലെന്ന് കർഷകർ. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് തൃശൂർ പഴുവിലെ തീർത്ഥാടന കേന്ദ്രം അപകട ഭീഷണിയിൽ. പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് ഒഴുകുന്ന തോടിന്റെ പാർശ്വഭിത്തി മഴയിൽ തകർന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ നടനും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനുമായ K മണികണ്ഠന് സസ്പെൻഷൻ. കഴിഞ്ഞ മാസം മണികണ്ഠന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് 1,90,00,000 രൂപ. വകുപ്പ് തല നടപടി 41 ലക്ഷം രൂപയോളം അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഷൊർണൂരിൽ 33.5 ഗ്രാം MDMA-യുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് കൊപ്പം കരിങ്ങനാട് സ്വദേശി അഷ്റഫ് അലി, കോഴിക്കോട് സ്വദേശിനി റിജിന ലക്ഷ്മി എന്നിവർ. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് MDMA കടത്തുന്നതിനിടെ ഇരുവരും ഷൊർണൂരിൽ ട്രെയിനിറങ്ങുകയായിരുന്നുവെന്ന് പോലീസ്. പരിദൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് പട്ടികജാതിക്കാരോട് അവഗണനാ മനോഭാവമെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി പട്ടികജാതി ക്ഷേമ സമിതി. പഞ്ചായത്ത് ഓഫീസിലേക്ക് PKS മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.